ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ ആവിയിൽ വേവിച്ചിട്ടുള്ള മീനടയാണ് ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. അപ്പം ഞാൻ അടക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ 3 അയലയാണ് എടുത്തുള്ളത്. നിങ്ങൾക്ക് ഏതാണോ മീനിച്ചാൽ അത് എടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് മസാല തേച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ തന്നെ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, ഈ 3 കൂടി 1 ടേബിൾ സ്പൂണ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതൊന്ന് മസാല ശരിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് ഇതിന്റെ ഉള്ളിലും പുറത്തും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നിങ്ങളുടെ കയ്യിൽ മീൻകായം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തേച്ച് കൊടുത്താലും മതി കേട്ടാ. മീനട ഉണ്ടാക്കാന് അയക്കോറ, ആഗോലി ഇതൊക്കെ വെച്ചിട്ടുണ്ടാക്കാം. എന്നാലും കൂടുതൽ ടേസ്റ്റ് അയല, ചെമ്മീനൊക്കെ വെച്ചിട്ടാണ് കേട്ടാ. ഇപ്പൊ മീനിൽ നന്നായിട്ട് മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതൊരു അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ ഈ ഒരു ടൈം കൊണ്ട് സവാള ഒക്കെ ഒന്ന് വഴറ്റിട്ടെടുക്കാം. പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ സവാള ചെറുതായി കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിട്ടെടുക്കുക. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒരുപാട് ചേർക്കേണ്ട, മുളക് പൊടി ചേർക്കേണ്ടതാണ്. പിന്നെ നോമ്പ് തുറക്കുന്ന ടൈം ആയതുകൊണ്ട് എരിവ് അധികം വേണ്ടല്ലോ. പിന്നെ കുറച്ച് വേപ്പില കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്തേക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇത് കൂടെ ചേർത്തിട്ട് ഇതിന്റെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുത്തേക്കണം കേട്ടാ. അത് കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്യാൻ വെക്കണം. അപ്പൊ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാനിലേക്ക്. ഇത് നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ കുറച്ച് വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അയല വെച്ച് കൊടുക്കുക. ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ മീൻ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്, നമുക്ക് ഇതിന്ന് മാറ്റിയെടുക്കാം. മീനൊന്ന് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം അതിന്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് റെഡിയാക്കിയിട്ട് വെക്കുക. അപ്പൊ മസാല നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി മീൻ മസാലക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂട്ടാൻ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇത് മീൻ പത്തിരി ആയിട്ട് ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഈ തേങ്ങ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ്. ചെമ്മീനിലാണെങ്കിൽ പറയും വേണ്ട കേട്ടോ, ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മീൻ പൊരിച്ചു വെച്ചിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ആ ഒരു ടേബിൾ സ്പൂണോളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഈ തേങ്ങയിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് വേപ്പില കട്ട് ചെയ്ത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പൊ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കുക. ആ ഒരു ടൈം കൊണ്ട് ഇതിലേക്കുള്ള പത്തിരിക്കുള്ള പൊടി ഒന്ന് വാട്ടിയിട്ടെടുക്കുക. അപ്പൊ പാനിലോട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തിളച്ചു വരുന്ന ടൈമിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് പത്തിരി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അജുവയുടെ പൊടിയാണ് ഞാൻ എടുത്തുള്ളത് കേട്ടോ, പാക്കറ്റ് പൊടി. പിന്നെ ഒരു 1/4 കപ്പിന്റെ അടുത്ത് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മൈദ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അട പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
ഈ പൊടികളൊക്കെ ചേർത്തിട്ട് ഒരു 10 സെക്കൻഡോളം അങ്ങനെ വെച്ചതിന് ശേഷം മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടണ പോലെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പൊ ഇതാ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോടെ തന്നെ നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. അപ്പൊ അടുത്ത് കുറച്ച് വെള്ളം വെച്ചാൽ മതി, കൈയൊന്ന് ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിലൊന്ന് തൊട്ടിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ കുഴച്ചിട്ടെടുക്കുക. ഇപ്പൊ ഇതാ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കുഞ്ഞു കുഞ്ഞു പത്തിരി ഉണ്ടാക്കാനുള്ള ചെറിയ ഉരുളാക്കിയിട്ട് വെക്കുക. അപ്പൊ ഇത് മൊത്തത്തിൽ ഞാനിപ്പോ അട ഉണ്ടാക്കിയിട്ട് എടുക്കണില്ല കേട്ടാ. ഇവിടെ ആവിയിൽ വേവിച്ചത് മക്കളൊന്നും കഴിക്കൂല, ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. അപ്പൊ ഞാൻ ഒരു 10 എണ്ണം ഉണ്ടാക്കിയിട്ട് എടുക്കണുള്ളൂ. ബാക്കി ഞാൻ പത്തിരി ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ ഒരു ഉരുള വെച്ചിട്ട് അതിന്റെ മീതെ വേറൊരു പ്ലാസ്റ്റിക് കവർ കൂടെ വെച്ചിട്ട് അങ്ങനെ ആക്കിയിട്ട് എടുക്കുക ചെയ്യണത്. അപ്പൊ വാഴയിലയുടെ ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെ വാഴയില ഇല്ലാത്തൊരു സാഹചര്യമാണെന്ന് വെച്ചാൽ ഇതുപോലൊക്കെ നമുക്ക് അട ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ഫില്ലിങ് നമ്മൾ ഉള്ളിൽ വെച്ചു കൊടുക്കുക. ഇതുപോലെ മടക്കിയിട്ടൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. ഒട്ടണില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് കൈമ തൊട്ടിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. പത്തിരി ഞാൻ നല്ലോണം നൈസാക്കിയിട്ട് തന്നെ എടുത്തിട്ടുള്ളത്. അതുപോലെ ഫില്ലിങ്ങും നല്ലോണം വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് കഴിക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ ഒരു 10 എണ്ണം ഇവിടെ റെഡി ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഫില്ലിങ് നമുക്ക് വേറൊരു രീതിയിലും ഉണ്ടാക്കിയിട്ട് എടുക്കാം. തേങ്ങയില് ഉള്ളിയും പെരിഞ്ചീരവും ഒക്കെ ചേർത്തിട്ട് ഒന്ന് ചമ്മന്തി പോലെ ചതച്ചെടുത്തിട്ട് നമുക്ക് ആ മസാല കൂടെ ചേർത്തിട്ട് അങ്ങനെയും ചെയ്യാട്ടാ. ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ അട ചുടുമ്പോ ഇതുപോലെ അല്ല ചെയ്യണമെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഫില്ലിങ് നല്ല ടേസ്റ്റ് ആണ്. അങ്ങനെ നമ്മുടെ 10 അട ഇവിടെ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പ്ലേറ്റിൽ ആദ്യം ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കണം കേട്ടോ, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. ഇനി ഇതാ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റീം ചെയ്യുമ്പോഴും ആ പാത്രത്തിനുള്ളിലും ഇതുപോലെ വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുക. അതിനുശേഷം മാത്രം നമ്മൾ അട വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഒന്നിനും ഇത് ഒന്നായിട്ട് ഇങ്ങനെ അട്ടിക്ക് വെച്ച് കൊടുക്കരുത് കേട്ടോ. ഇതാ ഓരോന്ന് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഒറ്റ ട്രിപ്പിൽ തന്നെ ആവി കയറ്റിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇപ്പൊ തന്നെ ഇതിന്ന് എടുത്തിട്ട് മാറ്റണ്ട, കുറച്ചു നേരം ഒന്ന് ഡാവി പോയതിനു ശേഷം മാത്രം നമുക്കിത് എടുക്കാം. അപ്പൊ ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.